الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയോടെ ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ റോൾ മോഡലുകൾ ആവശ്യം. എല്ലാവർക്കും ഓരോ റോൾ മോഡലുകൾ ഉണ്ടാവും. അത് പല രംഗങ്ങളിലുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുക. വിശ്വാസികൾ എന്ന നിലയിൽ തീർച്ചയായും നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവണം. അത് നമ്മുടെ മഹാനായ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ മാതൃകയാവണം നമ്മൾ പിന്തുടരേണ്ടത്. എന്തിന്? അതൊരു ചോദ്യമാണ്. എന്തിനാണ് ആ മില്ലത്ത്, ആ സുന്നത്ത് നമ്മൾ പിന്തുടരുന്നത്? ഉത്തരം ഒന്ന് മാത്രമാണ്: മനുഷ്യ സമൂഹത്തെ നബിമാരിലൂടെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്ന അള്ളാഹുവിന്റെ ആ ഹിദായത്തിന്റെ പരിസമാപ്തി
ആ സംവിധാനത്തിന്റെ പരിസമാപ്തി കുറിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഈ നബിയെ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യുക എന്നത് നമ്മുടെ നിർബന്ധങ്ങളിൽ പെട്ടതാണ്. കാരണം ഒരു വ്യക്തിയായാലും കുടുംബമായാലും സമൂഹമായാലും രാഷ്ട്രവും രാഷ്ട്രാന്തരീയം എന്നിങ്ങനെ ഏത് രംഗങ്ങളിലും മൂല്യബോധമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിച്ചാണ്, ഉണ്ടാക്കിയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതുകൊണ്ട് തന്നെ ഈ നബിയെ കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ, ആ മാതൃകകൾ എപ്പോഴും നമ്മിൽ ഉണ്ടാവണം. ഹബീബായ റസൂലിന്റെ കൽപ്പനകളെ സംബന്ധിച്ച് ഖുർആൻ നമ്മളോട് എടുത്തു പറയുന്നൊരു വാക്ക്, വമൻ യുതിഇല്ലാഹ വറസൂല വയഖ്ശല്ലാഹ വയത്തഖി ഫൗലൈക ഹുമുൽ ഫായിസൂൻ. എന്തൊരു രസത്തിലാണെന്നറിയാം ക്രമം. വമൻ യുതിഇല്ലാഹ, അല്ലാഹുവിനെ ആരെങ്കിലും അനുസരിക്കുന്നു, വറസൂൽ, ആ ദൂതനെയും, വയഖ്ശല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടുന്നു, വയത്തഖി, അവനോട് തഖ്വയുള്ളവനാകുന്നെങ്കിൽ, ഫൗലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ച ആളുകൾ. വമൻ യുതിഇ റസൂൽ ഫഖദ് അതാ അല്ലാഹ്, ആരാണോ റസൂൽ അനുസരിക്കുന്നത് അവൻ അല്ലാഹുവിനെയാണ് അനുസരിക്കുന്നത്. സഹോദരങ്ങളെ, കേവലം ഈ അനുസരണം എന്ന് പറയുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വരണം. കാരണം ഖുർആൻ ഇറക്കിയിട്ട് അള്ളാഹു പറഞ്ഞൊരു വാക്കെന്തറിയും, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. പ്രവാചകരെ, നിങ്ങൾ ഇവർക്ക് ബയാൻ ചെയ്തു കൊടുക്കണം, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങളിലേക്ക് നമ്മൾ ഈ അള്ളാഹുവിന്റെ ദിക്ർ ഇറക്കി തരുന്നു. എന്തിനെ? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അത് ബയാൻ ചെയ്തു കൊടുക്കണം. വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെയാണ് ഖുർആനിനെ ജീവിച്ചു കാണിക്കുക എന്നതാണ് പറഞ്ഞു തരുന്നത്. ആ ജീവിത പാഠമാണ് നബിചര്യ എന്ന് നമ്മൾ പറയുക. നോക്കൂ, നമ്മൾ ആരാധനകളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഇടപാടുകളും ഇടപെടലുകളും അതേപോലെ തന്നെ സഹജീവി ബന്ധങ്ങളും ഈ പ്രകൃതിയുമായുള്ള ബന്ധങ്ങൾ എല്ലാറ്റിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പാഠങ്ങൾ ഉണ്ടല്ലോ. ആരാധനകൾ പറഞ്ഞെടുത്ത് നമുക്ക് കാണാം, ഖുദൂ അന്നി മനാസികക്കും, ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. അത് പറഞ്ഞെടുത്ത് കാണാം, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അതിന്റെയൊക്കെ ഇതൊക്കെ നമ്മൾക്ക് എപ്പോഴും ബന്ധമുള്ള വചനങ്ങളാണ്. ഇനി വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന ആ രീതികളെന്ന് നമ്മൾ ഓർക്കണം. അത്ഭുതാണത്. ലോകാവസാനം വരെ പ്രാദേശിക ഭേദങ്ങളില്ലാതെ, കാലാനുസൃത വ്യത്യാസങ്ങളില്ലാതെ ഏത് രാജ്യത്ത് ചെന്നാലും അത് അതുപോലെയാണല്ലോ നിലനിൽക്കുന്നത്, അല്ലെ? എവിടെ നമ്മൾ ചെന്നാലും നമസ്കാരത്തിന് ഒരേ രീതിയാണ്, ആരാധനകൾക്ക് ഒരേ രീതിയല്ലേ എല്ലാ നാട്ടിലും. മറ്റു മതവിഭാഗങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് അവരവരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാറുള്ളത്. നിങ്ങൾ അതിങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയരെ പഠിപ്പിക്കാത്തതൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാത്തതല്ല ഈ പറഞ്ഞു തരുന്നത്. ആദ്യത്തിൽ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ നന്നായി ഒന്നിങ്ങനെ അടുത്തടുത്ത് മനസ്സുകൊണ്ട് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ഒന്നിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. നോക്ക്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, മക്കള്, ഇണകള്, മുതിർന്നവര്, ഇളയവര്, മറ്റു മതസ്ഥര്, എല്ലാതിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നില്ലേ? നമ്മൾക്ക് വേണ്ടത് എന്തെല്ലാം, ഏത് നിലക്ക്? സത്യസന്ധത, വിശ്വസ്തത, സ്നേഹം, വിനയം, ദയ, വാത്സല്യം, ആദരം, എല്ലാത്തിലും മാതൃകയാണ്. ഇനി നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത കുറെ സംഗതികളില്ലേ? വെറുപ്പ്, പക, വിദ്വേഷം, അഹങ്കാരം, പരിഹാസം, ഏഷണി, പരദൂഷണം, അസൂയ,
ഇതിലേതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാത്തത്? നമുക്ക് അങ്ങനെ നമ്മൾ ജീവിതത്തെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ജീവിതത്തിൽ നമുക്കിനി വേറെ ഏതെങ്കിലും റോൾ മോഡൽ വേണോ? വേണ്ടല്ലോ. ഇതാവണം നമ്മുടെ മാതൃകാ രീതി എന്ന് പറയാം. ഈ മാതൃകാ രീതി പിൻപറ്റി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അതാണ് വിജയം എന്ന് പറഞ്ഞാൽ. അള്ളാഹ് പറഞ്ഞെന്തറിയോ? വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഈ ആയത്ത് ഒരു പരമാവധി മുസ്ലിങ്ങളൊക്കെ കേട്ട് കാണാതെ അറിയില്ലെങ്കിലും ഇത് പറയുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ വരും മനസ്സിൽ, അല്ലെ? വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. സമാനമായ ഒരു ആയത്ത് പറയുന്നറിയാം, വഅതിഉല്ലാഹ വറസൂൽ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് പ്രതീക്ഷിക്കണോ? നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആ ആദർശം എന്നും ഒളി മങ്ങാതെ അതിന്റെ ഒരു ഓജസ്സിനും അതിന്റെ തേജസ്സിനും ഒരു നഷ്ടവും സംഭവിക്കാതെ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് വിജയമുള്ളൂ എന്ന് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലർക്കും മീൻസ് മുസ്ലിമീങ്ങളായ നമ്മൾക്ക് തന്നെ ചില അപരിചിതത്വങ്ങളുണ്ട്. ഞാൻ പറയുന്ന അർത്ഥം പേരറിയോ അറിയില്ല എന്നുള്ളത് മാത്രമല്ല, ആ ജീവിതത്തെ കുറിച്ച് സത്യത്തിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാവും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറിയാതെ സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്ക് കുടിക്കാണ്ടതും അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നതൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന് എന്തെല്ലാം വേണം? പരിഗണനകൾ വേണം, ആദരിക്കണം, ബഹുമാനം വേണം, ആ ഇഷ്ടം വേണം. അതൊക്കെ പാടുണ്ടാവുന്ന സാധനമല്ലോ. അതിനറിയാതെ എങ്ങനെ ഉണ്ടാവുക? സ്നേഹം അഭിനയമല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആരായിരിക്കണം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കാരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ നാവിലൂടെ കൽബിന്റെ അടിയിൽ നിന്ന് വരണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആരോടോ പറയുന്ന വാക്കല്ലല്ലോ. ജീവിതത്തിൽ ഒരു സെക്കൻഡിൽ പോലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. അറിയാതെ അതിങ്ങനെ വരണല്ലോ. നിങ്ങളെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ജീവനേക്കാളും അടുപ്പമുള്ളതാവണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, അവിടുത്തെ പ്രിയതമമാര് നമ്മുടെ ഉമ്മമാരാണ്. എപ്പോഴും ചിന്തിക്കലുണ്ട് കേട്ടോ, ഞാനായാലും നിങ്ങളൊക്കെ ആയാലും. ജീവനേക്കാൾ എന്ന് പറഞ്ഞതിനാ, ജീവനേക്കാൾ വലുതൊന്നും നമുക്ക് ഈ ലോകത്തില്ലല്ലോ. നമുക്ക് ഏറ്റവും പ്രധാനമുള്ളത് നമ്മുടെ ജീവൻ തന്നെയല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ. പക്ഷെ അതിനേക്കാളും അടുപ്പമുണ്ടാകും. നമ്മുടെ ഉമ്മമാരുടെ പേര് നമുക്കറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമമാര്, അവരുടെ പേര് എത്ര നമുക്കറിയും? അവരുടെ സ്ഥാനം എന്തായിരുന്നു എങ്ങനെ നമ്മൾ പറയാ? അതിൽ ആദ്യത്തത് ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. എന്നാണ് അവർ ഹബീബിന്റെ ജീവിതത്തിലേക്ക് വന്നത്? അവരെന്നാ മരിക്കുന്നത്, വഫാത്താകുന്നത്? ഉണ്ടായ മക്കൾ ആരൊക്കെയാണ്? നമുക്കൊരു ഉറപ്പാണ്, ഒരു ആഴത്തിലുള്ള ഒരു അറിവ് സത്യത്തിൽ നമുക്ക് ഉണ്ടാവില്ല. എന്നിട്ടും നമ്മൾ അവകാശപ്പെടുകയാണ് എനിക്ക് ജീവനേക്കാളും സ്നേഹമാണെന്ന് പറയുന്നത്. ശരിക്കതൊരു പുറം വർത്തമാനം മാത്രമല്ലേ? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ്. ഇന്നെല്ലാം കാട്ടിക്കൂട്ടലുകളുടെ ലോകത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 3 തരം സ്നേഹം കാണും. പലപ്പോഴും ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ശത്രുക്കളുടെ സ്നേഹം. രണ്ടാമത്തത് അബൂ താലിബിന്റെ അബ്ദുമനാഫിന്റെ സ്നേഹമാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിച്ച അവിടുത്തെ സഹാബത്തിന്റെ സ്നേഹമാണ്. ഈ 3 സ്നേഹങ്ങൾ ഇങ്ങനെ എടുക്കുന്ന അയച്ചു നോക്കിയാൽ നമ്മൾ ഏത് ഇഷ്ടം വരെ പറ്റിയിട്ടുള്ളതെന്ന് അറിയാം. ഞാനെല്ലാം ബയാൻ ചെയ്യുന്നില്ല.
ഈ ശത്രുക്കൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ സ്നേഹം. ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ എതിർപ്പൊക്കെ ചെയ്തത്. അബൂലഹബായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ എതിർത്തത്. അബൂലഹബ് കൂടെ അബൂജഹൽ, അവരൊക്കെ പറഞ്ഞതറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. നിന്നിൽ ഗുണമുണ്ട്, നീ നല്ലോനാ. പറയുന്നത് അബൂജഹൽ പറയുന്നുണ്ട്, അബൂലഹബ് പറയുന്നുണ്ട്, നിഷേധികൾ പറയുന്നുണ്ട്. പിന്നെ അവര് പറഞ്ഞൊരൊറ്റ വാക്കെന്നറിയാം, ഞങ്ങൾക്ക് പരിചിതമല്ലാത്തതാണല്ലോ നീ ഞങ്ങളോട് പറയുന്നത് എന്ന് വെച്ചാൽ തൗഹീദാണല്ലോ നീ പറയുന്നത്, അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ നിഷേധിക്കുന്നത് എന്നാണ്. നബിയോട് അങ്ങേയറ്റത്തെ സ്നേഹം തന്നെയാണ്. രണ്ടാമത്തെ ഒരു സ്നേഹമുണ്ട്. അബൂ ത്വാലിബിന്റെ പേര് അബ്ദുമനാഫ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ്. ആ ഓമന പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു പേരാണ് അബൂ ത്വാലിബ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങളെക്കാളും സ്നേഹിച്ച മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഉണ്ടായി. അതിൽപ്പെട്ട മഹാനാണ് അബൂ ത്വാലിബ്. അതൊന്നും നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ടതില്ല. ആയുസിന്റെ വലിയൊരു കാലം നബിയോട് അടങ്ങാത്ത സ്നേഹം കാണിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന് താങ്ങും തണലും പിന്തുണയും പ്രഖ്യാപിച്ച വ്യക്തിയാണ് അബൂ ത്വാലിബ് എന്നവർ. 87-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതാണ് അദ്ദേഹം. 8-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നബി എത്തുന്നത് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ 50-ൽ ചില്ലാനം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായമാകുമ്പോഴാണ് ഈ ലോകത്ത് നിന്ന് ഇയാൾ വിട വരുന്നത്. അപ്പോ ചരിത്രം പറയണത് 42 വർഷത്തിലധികം അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തും പിന്തുണ നൽകിയത് ഇദ്ദേഹം. ഇവര് മരിച്ചപ്പോഴല്ലേ, കൂടെ അതേ വർഷത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോഴാണ് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്ന പേര് കൊടുത്തത്. സഹോദരങ്ങളെ, ആ കഥകൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ട് പറയാ. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഒന്ന് എന്റെ ഉപ്പ ചൊല്ലിയിരുന്നെങ്കിലെന്ന ആത്മാർത്ഥമായ അടങ്ങാത്ത ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിൽ ചെന്ന് പറയാറുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറയണ്ടേ, തന്റെ കുട്ടി അത് പറയണ്ട, ഞാൻ അതിപ്പോ ചൊല്ലിയ ഈ സ്ഥാനത്ത് എനിക്ക് നഷ്ടപ്പെടും, നീ പ്രവർത്തിച്ചോ. ഉപ്പ അവിടെ ആ ശക്തിയിലാ പ്രവർത്തനം. അവസാനം അദ്ദേഹം മരണപ്പെടുന്ന വേളയിൽ ഖുർആൻ പറയുന്നു, അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞു തരുന്നത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. പ്രിയരേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഒരാൾക്കൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ആ നബിയെ സ്നേഹിച്ച അബൂ ത്വാലിബിന് ഹിദായത്തിന്റെ തൗഫീഖ് കിട്ടിയില്ല. 2 കാര്യങ്ങളാണ് അബൂ ത്വാലിബിന് നഷ്ടപ്പെട്ടത്. ഇനി പറയണ വാക്ക് നിങ്ങൾ ആ കഥക്കണ്ട് മറന്നാൽ ഈ 2 വാക്ക് ഇങ്ങനെ എഴുതി വെക്കണം. ഒന്ന് തൗഹീദും മറ്റൊന്ന് ഇത്തിബാഉമാണ്. അല്ലാഹു ഒരുവനാണ് എന്ന് പ്രഖ്യാപിക്കാനും ആ പ്രഖ്യാപനത്തിന്റെ ശക്തി പകരുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാനുമുള്ള തൗഫീഖ് അദ്ദേഹത്തിന് കിട്ടാതെ പോയി. നമ്മൾ പരിശ്രമിക്കേണ്ടത്, നമ്മൾ അധ്വാനിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വഴിയെ നമ്മൾ സ്വീകരിക്കുന്നത് ഈ 2 ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ്. ഒന്ന് ഈ തൗഹീദ് ഉണ്ടാവണം, മറ്റൊന്ന് ഇത്തിബാ ഉണ്ടാകണം. അതല്ലേ വഴി തെറ്റരുത്, വഴി തെറ്റരുത് എന്ന് പറഞ്ഞ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. അല്ലാഹ് പറയാണ്, ഒരുപാട് സൂറത്ത് അൻആമില് കുറേ കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് പറയാൻ കേട്ടോ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ മുസ്തഖീമായ സിറാത്ത്. ഫത്തബിഊഹു, നിങ്ങൾ ആ സിറാത്തിനെയാണ് പിന്തുടരേണ്ടത്. ഫലാ തത്തബിഉസ് സുബുൽ,
നിങ്ങൾ മറ്റു മാർഗങ്ങളെ പിന്തുടരുത്. ഇവിടെ സബീലെന്നും അള്ളാഹ് പറഞ്ഞതറിയാം. ഒരു ഭാഗത്ത് പറയുന്നത് സബീലെന്നും മറ്റോടത്ത് സുബിലുകളുമാണ്. അള്ളാഹുവിന്റെ വഴിയല്ലാത്ത മറ്റൊരു വഴി നിങ്ങൾ സ്വീകരിക്കരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ ശരിയായ വഴിയിൽ നിന്ന് ചിന്ന ഭിന്നമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിലും ഇത്തിബായിലും നമുക്ക് എന്ത് വേണമെന്നറിയാമോ? കൃത്യമായ കണിശത വേണം. നമ്മൾ അതിനെ പഠിക്കണം. പിന്നെ ബിദ്അത്തുകളെ നമ്മൾ സൂക്ഷിക്കണം. ഇമാം സുഫിയാനി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, അൽ ബിദ്അത്തു. ഈ വാക്കുകൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിൻ മഅസിയത്തിൻ ഫഇന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. സഹോദരങ്ങളെ, അൽ ബിദ്അത്ത് എന്ന് പറയുന്നത് അഹബ്ബു ഇലാ ഇബ്ലീസ്, ഇബ്ലീസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. മിൻ മഅസിയത്തിൻ, ഒരു തെറ്റായ കാര്യം ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാണ്? ബിദ്അത്ത് ചെയ്യലാണ്. അങ്ങനെ ഒരു ധിക്കാരം പ്രവർത്തിക്കുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്താണ്. മനസ്സിലായോ പറഞ്ഞത്? ധിക്കാരം ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്താണ്. കാരണം ഫഇന്നൽ മഅസിയത യുതാബു മിൻഹാ, നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു ധിക്കാരം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് തൗബ ചെയ്യും. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് ചെയ്താൽ ഒരു മനുഷ്യനും തൗബ ചെയ്യൂലല്ലോ. നോക്കൂ, തെളിവില്ലാതെ ഒരു കാര്യവും ദീനിൽ ചെയ്യാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. വിവരല്ലാതെ അറിയാതെ ഒരു കാര്യം ചെയ്യാൻ പോകരുത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്താ പറയുന്നത്? ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരല്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ നീ പോവരുത് എന്നാണ്. എന്തിനാണ് ഇത്രമാത്രം തെളിവുകൾ നമ്മൾ പഠിക്കുന്നതും അന്വേഷിക്കണമെന്നും പറയുന്നറിയാമോ? കാരണം അള്ളാഹുവിന്റെ ദീനിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിൽ ഇത് ഇല്ല എന്ന് പറഞ്ഞാൽ, ഉള്ള കാര്യത്തെ നമ്മൾ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ പേരിൽ നമ്മൾ കളവ് പറയല. ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാലും അതും കളവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കളവാവൂലേ? അതിന്റെ ആ ഗൗരവം, ഗുരുതരമായ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കഫൈതും, നിങ്ങൾ ഹബീബായ റസൂലിനെ പിന്തുടരണം, നിങ്ങൾ ബിദ്അത്തിന്റെ കൂടെ പോകരുത്. കാരണം ഫഖദ് കഫൈതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വേളയിൽ എന്തെല്ലാം ഈ ദീനിലുണ്ടോ അത് മതി ഈ ദീനിന്. അതിന്റെ അപ്പുറം റസൂലിന്റെ കണ്ണടഞ്ഞതിന് ശേഷം ഇല്ലാത്തതൊന്നും അത് ദീനല്ല. അത്ര ഗൗരവത്തിലാണ് അവിടുത്തെ സഹാബത്തും സലഫു സാലിഹീങ്ങളും എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംഗതികള് ഞാൻ നിങ്ങൾക്ക് പറയാതെ പോയിട്ടില്ല. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതൊന്നും ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് സത്യത്തിൽ നമ്മളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ശരിക്കും പഠിക്കണം. നമ്മുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് വേർപെടുന്ന വഫാത്താകുന്ന ദിവസത്തെയും മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, അനസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം എന്താ അറിയാം? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നീണ്ട കാലം ഒന്നിച്ച് ഹിദമ ചെയ്ത് കൂടെ നിന്ന ആളാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വരുന്ന അന്ന് ഞാൻ മദീനത്തുണ്ട്. ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സൻ വലാ അൽവ മിൻ യൗമി ദഖല അലൈനാ ഫീ. ഹബീബായ റസൂൽ
മദീനത്ത് വരുന്ന ആ ദിവസത്തിന്റെ അത്ര മനോഹരമായ പ്രശോഭിതമായ ഒരു ദിവസത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന ആ രാത്രിയെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ അറിയാമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് രാത്രിയോളം ഇരുളടഞ്ഞ മൂകത നിറഞ്ഞ വേറൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. നോക്കി, മദീനയിൽ നന്നായി തോന്നിയ ദിവസം റസൂലുള്ള വന്ന ദിവസമാണ്, റസൂലുള്ള വഫാത്തായ ദിവസമാണ്. അത്രത്തോളം മൂകത നിറഞ്ഞത് എന്ന് പറയും. ജീവിച്ച സഹാബത്തെല്ലാം പൊട്ടിക്കരഞ്ഞ നിറഞ്ഞ സങ്കടത്തിലായ ദിവസമാണത്. മദീന മരവിച്ചു പോയ ദിവസം എന്നാണ് റബീഉൽ അവ്വൽ 12 ചരിത്രം രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൂടെ ഒരു സെക്കൻഡ് പറഞ്ഞിട്ടോ. റബീഉൽ അവ്വൽ 12 മദീന മരവിച്ചു പോയ ദിവസമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സങ്കടം കൊണ്ട് നിയന്ത്രണം തെറ്റിപ്പോയ, നിലമറന്നുപോയ സഹാബികളുണ്ടായി. റസൂലുള്ള മരിക്കില്ല, വഫാത്താവൂല, ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞ അവനെ ഞാൻ കൊല്ലുന്നു വരെ പറഞ്ഞിട്ടുള്ള സഹാബികൾ ഉണ്ടായി എന്ന് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും മരണപ്പെട്ട വഫാത്തായതും റബീഉൽ അവ്വലിലാണെന്നാണ്. ഞാൻ പറയുന്ന വാക്ക് നല്ലപോലെ ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 കൃത്യമായ കണക്ക്, യഖീനായ ഇൽമാണത്. കാരണം എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് ആ തീയതി യഖീനാണ്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളാണ് ചരിത്രത്തിൽ കാണുക. റമളാൻ 27-ലാണ്, മുഹറമിലാണ്, റബീഉൽ അവ്വൽ 11-നാണ്, റബീഉൽ അവ്വൽ 12-നാണ്. പല അഭിപ്രായങ്ങളാണ് കൗലുള്ളത്. അതേസമയം വഫാത്തായതിന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, മരണത്തിൽ സന്തോഷിക്കുന്നത് ആരാ സത്യത്തിൽ? ഇസ്ലാമിന്റെ ശത്രുക്കളല്ലേ, നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാവൂലേ. നോക്ക്, പെരുന്നാളിന്റെ ദിവസം പല മുസ്ലിം രാഷ്ട്ര തലവന്മാരെയും കൊല്ലാക്കൊല ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ നിങ്ങൾക്കറിയില്ല. നമ്മളെ വേദനിപ്പിക്കാനല്ല, ഒരു മുസ്ലിമിന് വേദന ഉണ്ടായാൽ അതിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഒരാളുടെ ജനനത്തിനോ ഒരാളുടെ മരണത്തിനോ ദീനിൽ ഒരു സ്ഥാനമല്ല. നേരെ അറിയണം, ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത്, വലിയ മുസീബത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ എന്റെ വഫാത്തിനെ കുറിച്ച് ഓർക്കണം. അതിനേക്കാളും വലിയൊരു മുസീബത്ത് നിങ്ങൾക്ക് ദുനിയാവിൽ വരാനില്ല. വലിയ മുസീബത്ത് അതാണ്. അപ്പോൾ ഓർക്കേണ്ടത് ഏതാണ്? വഫാത്തിനെ കുറിച്ചാണ് ഓർക്കാൻ പറഞ്ഞത്. ഖുർആൻ ആകെ എടുത്തു നോക്കിയേ, 2 ആളുകളുടെ ജനനം മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ആരതാണ്? ഒന്ന് ആദം നബി അലൈഹി സ്വലാമയുടെ, ഒന്ന് ഈസാ നബി അലൈഹി സ്വലാമയുടെ. വേറെ ഒരാളുടെ ജനനവും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് രണ്ടും എങ്ങനെയാണെന്നറിയാമോ? അത് രണ്ടും പ്രകൃതിക്ക് അതീതമാണ് എന്നുള്ള നിലക്കാണ്. മരണത്തെ കുറിച്ച് പറഞ്ഞത് ഫറവോന്റെ മാത്രമാണ്. കാരണം അതൊരു ശിക്ഷയാണ്, ഒരു പാഠമാണ് എന്ന നിലക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത് മാത്രമേ അറിയാം. അവിടെ പറയുന്നത് മുഴുവനും ജീവിതത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇനി മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം പരിശോധിച്ചു നോക്കിയാലും നമ്മൾ ജന്മദിനത്തിലൊന്നുമല്ല, അത് ഉണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നുട്ടോ, പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ആണ്ടിനാണ് മുസ്ലിം സമുദായത്തിൽ കുറെ ഉള്ളത്. മമ്പറത്താണ്ട്, ഇന്നടത്താണ്ട്, പിന്നെ നമ്മളൊക്കെ പലപ്പോഴും കൂടുക, പല മുസ്ലിം കുടുംബങ്ങളിലൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ആണ്ടിന് കൂടുന്നവരുണ്ട്. അവിടെയും ജന്മദിനത്തിന് ആഘോഷിക്കുന്ന ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ശരിക്കും നിങ്ങളോട് പറഞ്ഞെന്തറിയാം, നിങ്ങൾ സമൂഹത്തിൽ നോക്കിയാൽ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ട് എഴുന്നള്ളിക്കുന്നത് മുതൽ ആറ്റുകാൽ പൊങ്കാലയെ അനുസ്മരിപ്പിക്കും വിധം റോഡ് വക്കുകളിൽ നൂറുകണക്കിന് ചെമ്പുകൾ വെച്ച് ഭക്ഷണം വിളമ്പുന്നത് മുതൽ പള്ളികളും മറ്റു അലങ്കരിക്കുന്നത് മുതൽ എന്തെല്ലാം സംഗതികളാണ് ഇന്നൊക്കെ ദീനിലേക്ക് വരുന്നത്. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നും കൂടി നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് 2 പെരുന്നാളുകളാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 പെരുന്നാളിന് പള്ളി അലങ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ?
അപ്പൊ ഇതൊക്കെ മറ്റു ഷിയാക്കളിൽ നിന്നും ജൂതന്മാരിൽ നിന്നുമൊക്കെ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ. ഹബീബായ റസൂലിനെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ ജീവൻ കൊടുത്തു ആ ചര്യയെ പുൽകാൻ നമുക്ക് കഴിയണം. ഒറ്റ വാക്കുകൂടി ഞാൻ പറയാണ്, എന്നെ പരിധി വിട്ട് പുകഴ്ത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസുകൾ നമുക്ക് കാണാം, നബി ഇങ്ങനെ വരുമ്പോ സഹാബികൾ എങ്ങനെ പറഞ്ഞറിയാമോ? നബിനെ കണ്ടിരുന്നാൽ അവർക്ക് മതിയാവൂല, നബിനെ എങ്ങനെ നോക്കിയിരുന്നാൽ മതിയാവൂല. നീ അറബ് മൂലം പറയാൻ സമയമല്ല, പക്ഷേ ആ കണ്ട് കണ്ട് മതിയാകാത്ത സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ എഴുന്നേറ്റ് നിൽക്കൂലായിരുന്നു. ബഹുമാനക്കുറവുണ്ടല്ല, അത് ഹബീബിന്റെ കൽപ്പനയാണ്. ആ നബിയാണ് വാപ്പ വരുമ്പോ എണീറ്റിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചുള്ള കേട്ടോ. വലിയ മുതിർന്നവരെ മാനിക്കണം എന്ന് പറഞ്ഞത്. കണ്ടിരുന്നാൽ കൂടി തീരൂലായിരുന്നു. അങ്ങനെ അവർ നോക്കിയിരിക്കുമായിരുന്നു. ആ റസൂലിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാം. റസൂലുള്ള വിട പറയുന്ന അന്നത്തെ 1-2 ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ അറിയാം. എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട ഈ ലോകത്തോട് വിട പറയുന്നത്. തൊട്ട് തലേന്ന് പൊരുത്തപ്പെടിപ്പിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് എന്തെങ്കിലും വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കുന്നുണ്ട്. കടബാധ്യതകൾ തരാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം റബീഉൽ അവ്വൽ 12 ദുഹാസമയത്ത് ലോകത്ത് നിന്ന് വഫാത്താകുന്ന വേളയിൽ മുകളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുന്നുണ്ട് കേട്ടോ, അസ്വലാ 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 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹബീബായ റസൂൽ പറഞ്ഞ വാക്കെന്തറിയാമോ? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിറഫീഖിൽ അഅല. അല്ലാഹുമ്മ അർറഫീഖൽ അഅല റഫീഖൽ അഅല. ലോകത്തിൽ തിരിയണത് എന്താ പറയണേ? പഠിച്ചു പുറത്തു വന്നാ എന്നോട് കാരുണ്യം കാണിക്കൂ, നിന്റെ ഏറ്റവും ഉയർന്ന കൂട്ടുകാരിൽ എന്നെ ചേർക്കണേ ചേർക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ എത്രത്തോളം ഇനിയും വിനയപ്പെടണം, നമ്മൾ എത്രത്തോളം ആ റസൂലിനെ മനസ്സിലാക്കണം. അങ്ങനെ റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ വില കുറച്ച് കാണരുത്. ഇതൊരു ആവേശപ്പുറത്തുണ്ടാവേണ്ടതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ ആ സുന്നത്തിനെ ചേർത്ത് വെച്ച് ഇഷ്ടത്തോടെ തന്നെ പോകണം. ഇല്ലാത്തതിനെ ഒഴിവാക്കണം. ദീനിനെ പക്കയായി സ്വീകരിക്കണം, ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് തന്നെ നമ്മെ ഓരോരുത്തരെയും തുണക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ഞാൻ എന്റെ ദീനെ ആരിൽ നിന്നാണ് പഠിക്കേണ്ടത്? എന്റെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എന്റെ കുടുംബത്തിൽ വർഷങ്ങളായി നടക്കുന്നത് കൊണ്ടാണോ ഞാനത് അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞത് കൊണ്ടാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? അതോ അള്ളാഹു പറഞ്ഞത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് കൊണ്ടാണോ? നമ്മൾ എപ്പോഴും ആലോചിക്കണം. വെറുതെ അങ്ങനെ ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നതിനൊരു അടിസ്ഥാനം നമുക്കുണ്ടാവണം. നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്, സ്നേഹത്തിന് തെളിവുണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നബിയെ സ്നേഹിക്കുന്നുണ്ടോ? ഉത്തരം ഉണ്ട് എന്നാണ്. ആ സുന്നത്ത് എന്റെ വീട്ടിലുണ്ടോ? എന്റെ വ്യാപാരത്തിലുണ്ടോ? എന്റെ ക്രയവിക്രയങ്ങളിലുണ്ടോ? എന്റെ വിവാഹത്തിലുണ്ടോ? എന്റെ വസ്ത്രത്തിലുണ്ടോ? എന്റെ ഭക്ഷണത്തിലുണ്ടോ? എന്റെ സംസാരത്തിലുണ്ടോ? എന്റെ ദേശത്തിലുണ്ടോ? എന്റെ ക്ഷമയിലുണ്ടോ? നമ്മൾ ആലോചിക്കണം. എവിടെ നമുക്ക് റസൂലുള്ളത്, എവിടൊക്കെ ഇല്ലാത്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? ശബ്ദം അതിന്റെ ഉയർച്ചയിലല്ല നബിയോടുള്ള സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, സുന്നത്തിനെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ് ദീനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്.
എന്തിനാണ് ഈ കടിച്ചു കണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞത്? മുൻപല്ലുകൊണ്ടല്ല, ഈ അല്പം കൊണ്ട് പൊട്ടിപ്പോരാതെ തകരാതെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ ഞാൻ നിൽക്കുന്നത് എന്റെ ഹബീബിന് ഇഷ്ടമാണോ? നമ്മളൊരു ആഘോഷത്തിന്റെ വേളയില്ല, വീട്ടിപ്പോ ഒറ്റ സൂചന തരണുള്ളൂ. നമ്മളൊരു ആഘോഷത്തിന്റെ ഭൂമികയിലാണ്. ഞാൻ എന്റെ സാന്നിധ്യം അവിടെ നിൽക്കുന്നത് എന്റെ ഹബീബായ റസൂൽ ഇഷ്ടപ്പെടുവോ? എന്റെ ദീനിന് പറ്റുമോ? ഈ വേഷം എന്റെ ദീനിന് പറ്റുമോ? ഈ ഇടപാട് എന്റെ ദീനിന് പറ്റുമോ? നമ്മളങ്ങനെ നമ്മുടെ മനസ്സാക്ഷിക്കാൻ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥന പറഞ്ഞുതരാം, നിങ്ങൾ എന്റെ കൂടെ പറയണേ. പഠിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർഫദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത നബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലൽ ജന്നത്തിൽ ഖുൽദി യാ അല്ലാഹ്. അല്ലാഹുവേ, ഇളകാത്ത ഈമാൻ, നശിക്കാത്ത നിഅമത്ത്, കൂടെ വമുറാഫഖത നബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലൽ ജന്നത്തിൽ ഖുൽദ്, നിത്യവാസത്തിന്റെ സ്വർഗീയ ആരാമത്തിൽ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹവാസം റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈമാനുള്ള, തഖ്വയുള്ള, നബിസ്നേഹമുള്ള അടയാളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന വേളകളിൽ, ജീവിതത്തിന്റെ വഴികളിൽ ഹബീബായ റസൂലിന്റെ ആ സുന്നത്തിനെ പുൽകി അതൊരു വെളിച്ചമായി സ്വീകരിച്ച് തെറ്റാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മക്കളെയും ഉണക്കുമാറാവട്ടെ. അള്ളാഹു സകലമാന മുസീബത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, മാനസിക വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ആശുപത്രി കിടക്കകളിൽ കഴിയുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്ത ആളുകൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളും ശിഫ നൽകി അവർക്ക് ആഫിയത്തുള്ള ജീവിതം കൊടുത്ത് നമ്മെയും അവരെയും അല്ലാഹു ഉണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله.